ഓപ്പൺഹൈമറിന് ശേഷം ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒഡീസി. അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. 2026 ജൂലൈ 17 റിലീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നോളൻ സംവിധാനം ചെയ്യുന്ന 13ാം ചിത്രം. ഗ്രീക്ക് ഇതിഹാസകാരനായ ഹോമറിൻ്റെ ഇതിഹാസകാവ്യങ്ങളിലൊന്നാണ് ഒഡീസി. ഗ്രീക്കും ട്രോയ് രാജ്യവും തമ്മിൽ നടന്ന മഹായുദ്ധത്തിൻ്റെ കഥ പറയുന്ന ഇതിഹാസമായ ഇല്ലിയഡിൻ്റെ തുടർച്ചയായ കൃതിയാണ് ഒഡീസി. ബ്രാഡ് പിറ്റിൻ്റെ ട്രോയ് എന്ന സിനിമയിൽ കാണിക്കുന്ന കഥ അതാണ്. ഗ്രീക്കുകാരും ട്രോയ് രാജ്യവും തമ്മിൽ നടന്ന യുദ്ധം. ഇല്ലിയഡിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളായ ഒഡീസസിൻ്റെ യാത്രയാണ് ഒഡീസി എന്ന കൃതിയുടെ ആധാരം. ഈ ഒഡീസിയാണ് ക്രിസ്റ്റഫർ നോളൻ തന്നെ 13ാം ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തെല്ലാം അത്ഭുതങ്ങളായിരിക്കും അദ്ദേഹം അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. ഹോമർ അത് കവിതയായി പറഞ്ഞുവെങ്കിൽ നോളൻ അത് തന്നെ ലെൻസിലൂടെ ഐമാക്സിലൂടെ പറയാനൊരുങ്ങുന്നു. നോളൻ്റെ എപ്പിക് ആക്ഷൻ ഫാൻറ്റസിയിൽ നടൻ മാറ്റ് ഡെമോൺ നിത്യനായകനായ ഒഡീസിയസായി അഭിനയിക്കും. ടോം ഹോളണ്ട്, ആനി ഹാത്തവേ, ജോൺ വെർന്താൽ, സെൻഡയ, റോബർട്ട് പാറ്റിൻസൺ, ചാർലിസ് തെറോൺ, മിയാഗോത്ത് എന്നിവരും ചിത്രത്തിലുണ്ട്. പൂർണ്ണമായും ഐമാക്സ് ഫിലിം ക്യാമറകളിൽ ചിത്രീകരിച്ച ആദ്യത്തെ കൊമേഴ്ഷ്യൽ ഫിലിമാണ് ഒഡീസി. സോ ഐമാക്സ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ഫിലിമാണ്. 2008 ബ്ലോക്ക് ബസ്റ്ററായ ദ ഡാർക്ക് നൈറ്റിലാണ് നോളൻ ആദ്യമായി ഐമാക്സ് ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. ചില ആക്ഷൻ സീക്വൻസ് മാത്രമേ അന്ന് ഐമാക്സ് ക്യാമറകൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഹോളിവുഡിൽ തന്നെ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്ന ആദ്യത്തെ ചിത്രമായിരുന്നു ദ ഡാർക്ക് നൈറ്റ്. പിന്നീട് ഇൻസെപ്ഷൻ, ഇൻ്റർസ്റ്റെല്ലാർ, ടെനറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലും നോളൻ ഐമാക്സ് ക്യാമറകൾ ഉപയോഗിച്ചു. ഗ്രീസിൻ്റെ ഇതിഹാസമായ ഒഡീസി നോളൻ പുനഃസൃഷ്ടിക്കുമ്പോൾ ഒഡീസിയുടെ ആദ്യ ട്രെയിലർ കാണുമ്പോൾ അറിയാം, VFXോ മറ്റു ടെക്നിക്കുകളോ ഇല്ലാതെ ഗ്രീസിൻ്റെ പഴയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ബോട്ടുകളും ഗ്രീസിൻ്റെ മണ്ണും പ്രകൃതിയും എല്ലാം തന്നെ അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുണ്ട്. ഗ്രീസിലെ ഇത്താക്ക എന്ന രാജ്യത്തെ രാജാവായിരുന്നു ഒഡീസിയസ്. ട്രോജൻ യുദ്ധത്തിന് ശേഷം തൻ്റെ രാജ്യത്തിലേക്ക് ഇത്താക്കയിലേക്ക് മടങ്ങുന്ന ഒഡീസിയസിൻ്റെ യാത്രയാണ് ഒഡീസി. 10 വർഷം നീണ്ടുനിന്ന ട്രോജൻ യുദ്ധത്തിന് ശേഷം ഒഡീസിയസ് ഇത്താക്കയിൽ എത്തിച്ചേരാൻ 10 വർഷങ്ങൾ കടലിൽ അലഞ്ഞിട്ടുണ്ട്. പല കരകളിൽ ചെന്ന് എത്തിപ്പെടുന്നുമുണ്ട്. പക്ഷേ വഴിയിലുടനീളം അവൻ നേരിടുന്നത് ഭീകരന്മാരെയും ദേവതകളെയും മന്ത്രവാദികളുടെയും ഒക്കെ പരീക്ഷണങ്ങളാണ്. സെർസ എന്ന മന്ത്രവാദിനി ഒഡീസിയസിൻ്റെ കൂടെയുള്ള ആളുകളെ പന്നികളാക്കി മാറ്റുന്നൊരു കഥയുണ്ട്. ഒഡീസിയസ് ഹെർമീസ് എന്ന ദേവതയുടെ സഹായത്തോടെ കൂട്ടാളികളെ പന്നികളാക്കിയ സെർസയുടെ മന്ത്രവാദം തടാൻ ആവശ്യമായ ദൈവങ്ങൾ മോളീസ് എന്ന് വിളിക്കുന്ന ഒരു പദാർത്ഥം നൽകി അവരെ രക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു ഭയപ്പെടുത്തുന്ന സംഭവം, ഒരു ഐലൻഡിൽ പോളിഫേമസ് എന്ന ജയൻറ്റ് ഒരു വൺ-eyed സൈക്ലോപ്സ് ആണ്. ആ ജയൻറ്റുമായിട്ടൊരു ഏറ്റുമുട്ടലുണ്ട്. ഒഡീസിയസിനെയും കൂട്ടരെയും ഒരു വലിയ ഗുഹയിൽ ഈ സൈക്ലോപ്സ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒഡീസിയസ് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് സൈക്ലോപ്സിനെ മദ്യപിച്ച് മയക്കുന്നു. എന്നിട്ട് ഒഡീസിയസ് തന്നെ നോബഡി എന്ന് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് സൈക്ലോപ്സിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു. സൈക്ലോപ്സ് നോബഡി ഹാസ് ഹേർട്ട് ഹിം എന്ന് പറഞ്ഞാണ് അലറി വിളിച്ച് കരഞ്ഞത്. അപ്പോൾ ഒഡീസിയസ് കൂട്ടരെ അവിടെയുള്ള ആടുകളുടെ വയറിന് കീഴിൽ ഒളിപ്പിച്ച് ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത ഈ കേട്ട കഥകളൊക്കെ നോളൻ എങ്ങനെയായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത്? വേറെ ഏതെങ്കിലും ഡയറക്ടർ ആയിരുന്നാൽ നമ്മളൊക്കെ അതൊന്നും ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. ബട്ട് ദിസ് ഈസ് നോളൻ. ഒന്നും കാണാതെ അദ്ദേഹം ഈ എപ്പിക് സെലക്ട് ചെയ്യില്ലല്ലോ. ഒഡീസിയസിൻ്റെ ഓരോ പരീക്ഷണവും നോളൻ തൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലിൽ തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. അത് ഉറപ്പാണ്. ഹോമറിൻ്റെ ഒഡീസിയിലെ കഥകളെ നോളൻ എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? അത് നമ്മൾ 2026 ജൂലൈ 17 അറിയാം. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.